ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് റവ കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി റവ കേക്കാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഓവനോ മുട്ടയോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. കുക്കറും ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ഇതുപോലത്തെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വലിയ ടൈമോ ഒന്നുമില്ല. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്നുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഏത് തൈര് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഒരു കപ്പ് ഫുള്ളായിട്ടില്ല, കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പഞ്ചസാരൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു കപ്പ് റവക്ക് കറക്റ്റാണ്. എന്നിട്ട് ഈ ഒരു തൈരും പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര ഈ തൈരിൽ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ മുട്ട യൂസാക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തൈര് യൂസാക്കുന്നത് കേട്ടോ. മുട്ടൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് മുട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു കേക്കാണ്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര ഈ ഒരു തൈരിലൊന്ന് അലിയിച്ചെടുക്കുക കേട്ടോ. ഇതിന് ഫോർക്കോ വിസ്കോ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. മിക്സി ഒന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ അലിയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ. റവ നമ്മൾ വറുക്കാത്തത് കൊടുക്കുക, വറുത്തത് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വറുത്തതാണ് എടുത്തിട്ടുള്ളത്. വറുത്തതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമേ. വറുക്കാത്തതിനും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു തൈരിൽ ഈ റവ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് സാവകാശം ഒന്ന് മിക്സ് ചെയ്താൽ മതി. കട്ട കുത്തൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടും. അങ്ങനെ അതൊന്ന് മിക്സാക്കി എടുത്താൽ പിന്നെ ഒരു കപ്പ് പാലെടുക്കുക. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു റവ ഉണ്ടല്ലോ, ഒന്ന് മിക്സാക്കി എടുക്കാനുള്ളത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. കാരണം ഈ റവ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റവ ഒന്ന് ഈ ഒരു പാലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിക്കാണ്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പം ഈ റവ നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. അതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ. അപ്പോൾ അതാ നല്ല തിക്കായിട്ടാണ് നമുക്കിതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാം ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഈ ഓയിലും ഈ ഒരു റവൻ്റെ മിക്സും കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പെടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മൈദ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. ഇത് മൈദൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, മറ്റേത് ഗോതമ്പ് പൊടിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പം അത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും കരടോ ഒന്ന് പൊടിയൊന്ന് സോഫ്റ്റും കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ തന്നെ ഒന്ന് അരിച്ചു കൊടുക്കുക. അതൊന്ന് അരിച്ചു കൊടുത്ത് കഴിയാനാവുമ്പം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഒരു നുള്ളു മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി ഇട്ട് കൊടുത്തേച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പക്കാരുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മൈദ ഉണ്ടല്ലോ, ഈ ഒരു റവയിൽ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. സാവകാശം മെല്ലെ മെല്ലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. വിസ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ഒരു മൈദ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു അര കപ്പോളം പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് കുറച്ച് കുറച്ചായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ലൂസും അല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല, ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏതൊരു ടെക്സ്ചറിലാണ് കിട്ടേണ്ടതെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. നമുക്ക് ആദ്യം തോന്നും ഒന്നും കൂടെ പാല് വേണമെന്ന് തോന്നും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒന്നുകൂടെ തിക്കായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടി പാൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. നല്ല ലൂസും അല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല, ആ ഒരു ഇതിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സായി കിട്ടിയാൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വാനില എസൻസ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വാനില എസൻസ് നന്നായിട്ട് തന്നെ ഈ ഒരു ബാറ്ററിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി അത് നമുക്ക് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ നേരിട്ടൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അടിക്ക് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു കുക്കറിലേക്ക് ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നോ ഏതെങ്കിലും ചായപാത്രമോ എന്തിൽ വെച്ചെടുത്താലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് അടിയൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കുക കേട്ടോ. അതായത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് ചൂടാക്കുക. അതിൻ്റെ മേലേക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൻ്റെ മൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസിൽ കളഞ്ഞിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊരു കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പം ഞാൻ നെറ്റ്സൊക്കെ ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കി, അതേപോലെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരു 30 മിനിറ്റാണ് ഇത് വെന്ത് കിട്ടാൻ ആയത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക, നീറ്റായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. അടിക്ക് പിടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടിയത്. നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ആക്കില്ല എന്ന് വിചാരിച്ചിട്ട് അടി കരിയേ കളർ ചേഞ്ചായി പോവേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു കളറിലേക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ അതാ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്രൗൺ കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കാരണം ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു കേക്ക് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ നട്ട്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് മേലിട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തേക്കാനും പറ്റും. അതേപോലെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ആർക്കും കഴിക്കാം, പല്ലില്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ആക്കണേ. ഹേർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ആക്കിട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.